2004 കാലിഫോർണിയയിലെ ഗ്ലോറിയ റാമിറേസ് എന്ന സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവർക്ക് ക്യാൻസർ ബാധിച്ചിരുന്നു. ഡോക്ടർമാർ അവരെ ചികിത്സിക്കാൻ ശ്രമിച്ചപ്പോൾ ഭയാനകമായ എന്തോ സംഭവിച്ചു. നഴ്സുമാർ അവരുടെ ചർമ്മത്തിൽ ഒരു വിചിത്രമായ എണ്ണമയമുള്ള തിളക്കം ശ്രദ്ധിച്ചു. അവരുടെ വായിൽ നിന്ന് വെളുത്തുള്ളി പോലുള്ള ഒരു ഗന്ധം വന്നു. ജീവനക്കാർ അവരുടെ രക്തം വലിച്ചെടുത്തപ്പോൾ അതിലൊരു രാസഗന്ധവും വിചിത്രമായ പരലുകളും പൊങ്ങിക്കിടക്കുന്നതായി കണ്ടു. നിമിഷങ്ങൾക്കു ശേഷം ഡോക്ടർമാരും നഴ്സുമാരും ബോധരഹിതരാകാനും ഛർദിക്കാനും വീഴാനും തുടങ്ങി. എമർജൻസി റൂമിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ തുടങ്ങി. ഗ്ലോറിയ റാമിറസിന്റെ ശരീരം മറ്റുള്ളവർക്ക് എങ്ങനെ അപകടകരമായെന്ന് ആർക്കും വിശദീകരിക്കാൻ കഴിയാത്തതിനാൽ പിന്നീട് അവളെ ടോക്സിക് ലേഡി എന്ന് വിളിച്ചു. വേദന ശമിപ്പിക്കാൻ അവർ ഉപയോഗിച്ച രാസവസ്തുക്കൾ മൂലമാണ് ഇത് സംഭവിച്ചെന്നാണ് ചിലർ പറയുന്നത്. മറ്റുള്ളവർ അത് വളരെ നിഗൂഢമായ ഒന്നാണെന്ന് അവകാശപ്പെടുന്നു. ഇന്ന് വരെയും അവരുടെ കേസ് പരിഹരിക്കപ്പെടാതെ തുടരുന്നു. ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വച്ച് ഏറ്റവും ഭയാനകമായ മെഡിക്കൽ രഹസ്യങ്ങളിൽ ഒന്നായി ഇപ്പോഴും കാണപ്പെടുന്നു. 2 കുട്ടികളുടെ അമ്മയായ 31 വയസ്സുള്ള ഗ്ലോറിയ റാമിറസിനെ 1994 ഫെബ്രുവരി 19 കാലിഫോർണിയയിലെ റിവർസൈഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവർക്ക് കഠിനമായ ഹൃദയമിടിപ്പ്, ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നിവ ഉണ്ടായിരുന്നു. അവർക്ക് അവസാന ഘട്ടത്തിലുള്ള സെർവിക്കൽ ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തി. ഗുരുതരമായ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു. മെഡിക്കൽ സ്റ്റാഫ് അവരെ പരിശോധിക്കുമ്പോൾ ഒരു വിചിത്രമായ പ്രതിഭാസം സംഭവിച്ചു. നിരവധി ആശുപത്രികളിൽ ജീവനക്കാർക്ക് അസുഖം തോന്നി തുടങ്ങി. തലക്കറക്കം, ബോധക്ഷയം, ശ്വസന ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു. നിഗൂഢമായ രോഗത്തിന്റെ കാരണം വ്യക്തമല്ലായിരുന്നു. വിവിധ സിദ്ധാന്തങ്ങൾ ഉയർന്നു വന്നു. ചിലരിത് മാസ് ഹിസ്റ്റീരിയയാണെന്ന് വിശ്വസിച്ചു. മറ്റുള്ളവർ അജ്ഞാതമായ ഒരു രാസപ്രവർത്തനത്തെ സംശയിച്ചു. ലോറൻസ് ലിവർമോർ നാഷണൽ ലാബോറട്ടറി നടത്തിയ അന്വേഷണത്തിൽ ഗ്ലോറിയ സ്വയം നിയന്ത്രിതമായ സൈമീഥൈൽ സൾഫോറിക് സൈഡ് ഒരു വേദന സംഹാരിയായി നൽകിയിരുന്നുവെന്ന് ഇത് ഓക്സിജനുമായി പ്രതിപ്രവർത്തിച്ച് ഡൈമീഥൈൽ സൾഫേറ്റ് എന്ന വിഷപദാർത്ഥം രൂപപ്പെട്ടുവെന്നും നിർദ്ദേശിച്ചു. അവരുടെ മൃതദേഹം ഒരു അലുമിനിയം പെട്ടിയിലടച്ച് ഹാസ്മാറ്റ് സ്യൂട്ടുകൾ ഉപയോഗിച്ച് സീൽ ചെയ്ത മുറിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ഈ സംഭവം അവർക്ക് ദി ടോക്സിക് ലേഡി എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു. കൂടാതെ അവരുടെ കേസ് ചരിത്രത്തിലെ ഏറ്റവും അമ്പരപ്പിക്കുന്ന മെഡിക്കൽ രഹസ്യങ്ങളിൽ ഒന്നായി ഇപ്പോഴും തുടരുന്നു.